എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സെപ്റ്റംബർ 20 ഇന്ന് 20 കാറ്റഗറികളിലേക്കുള്ള പൊതുപരീക്ഷയാണ് ഇന്ന് നടന്നത്. 1:30 മുതൽ 3:20 വരെയായിരുന്നു പരീക്ഷാ സമയം. എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഓഫീസിൽ ഡഫേദാർ, അതുപോലെ തന്നെ സർവേ വകുപ്പില് പ്രസ്മാന്, മെഡിക്കൽ എഡ്യൂക്കേഷൻ പവർ ലോണ്ടറി അറ്റൻഡർ, മ്യൂസിയത്തില് മേസണ്, അതുപോലെ തന്നെ ഫാമിംഗ് കോർപ്പറേഷനിലെ സ്വീപ്പർ, NCCയില് ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് ഉൾപ്പെടെ 20 കാറ്റഗറിയിലാണ് ഇന്ന് പൊതുപരീക്ഷ നടന്നത്. എല്ലാ തസ്തികൾക്കുമായിട്ട് 1,99,824 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഉറപ്പ് നൽകിയത്. ഇവരിൽ പൊതു അപേക്ഷകരും ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഉച്ചയ്ക്ക് 1:30 മുതൽ 3:20 വരെയായിരുന്നു പരീക്ഷ. 1.5 മണിക്കൂറിൽ 100 ചോദ്യങ്ങൾക്ക് ഉത്തരം രേഖപ്പെടുത്തേണ്ട OMR പരീക്ഷയായിരുന്നു. അതുപോലെ തന്നെ 1:30 മുൻപ് ഹാളിൽ പ്രവേശിക്കണമെന്നും നിർബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡിലെ പ്രസ്മാൻ തസ്തികയിലാണ് ഏറ്റവും കൂടുതൽ പേര് പരീക്ഷ എഴുതിയത്. അപ്പോൾ ആകെ 1,99,824 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടി ഉറപ്പ് നൽകിയതെങ്കിലും 60% മുകളിൽ മാത്രമേ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുള്ളൂ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വിശദമായ കണക്കും കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. എങ്കിലും ഏകദേശം ലഭിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷയ്ക്ക് എത്തിയവരുടെ എണ്ണത്തിൻ്റെ ഒരു പെർസെൻറ്റേജാണ് ഏകദേശ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തിയത്. പൊതുപരീക്ഷ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരീക്ഷയുടെ സിലബസ് എന്ന് പറയുന്നത് പൊതുവിജ്ഞാനം 40 മാർക്കും, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കും, സയൻസിൻ്റെ ഭാഗത്തു നിന്ന് 10 മാർക്കും, പൊതുജനാരോഗ്യം 10 മാർക്കും, ലഘുഗണിതം അതായത് കണക്കിൻ്റെ ഭാഗത്തു നിന്ന് 20 മാർക്കുമുള്ള ചോദ്യങ്ങളായിരുന്നു സിലബസ് പ്രകാരം ഉണ്ടായിരുന്നത്. ഈ സിലബസ് പ്രകാരമുള്ള ചോദ്യങ്ങളിൽ തന്നെ വളരെ പ്രയാസമില്ലാത്ത ചോദ്യങ്ങളായിരുന്നു പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷ പൊതുവെയുള്ള അഭിപ്രായ പ്രകാരം പരീക്ഷ എളുപ്പമായിരുന്നു എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികൾ പൊതുവെ പറയുന്ന അഭിപ്രായം. മറ്റുള്ള പരീക്ഷകളെ അപേക്ഷിച്ച് ചോദ്യങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കി ചോദ്യങ്ങൾ എഴുതാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വിശദമായ ഒരു വിലയിരുത്തൽ നടത്തിയാൽ കറക്കിക്കുത്തിയുള്ള ചോദ്യങ്ങൾ, അതായത് നമുക്ക് എങ്ങനെയാണ് ആൻസറുകൾ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കറക്കിക്കുത്തി പരീക്ഷ എഴുതി ആൻസറുകൾ ചെയ്യാവുന്ന രീതിയിൽ അല്ലാതെ തന്നെ വളരെ വ്യക്തമായ രീതിയിൽ ചോദ്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ വക്രതയില്ലാത്ത ചോദ്യങ്ങളായിരുന്നു പരീക്ഷയ്ക്ക് പൊതുവെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ അഭിപ്രായം. ഇതിൻ്റെ അകത്ത് തന്നെ കണക്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ചോദ്യങ്ങൾ തന്നെ വളരെ നല്ല രീതിയിൽ എഴുതാൻ പറ്റുമായിരുന്നു. പക്ഷേ സമയക്കുറവ് കൊണ്ട് തന്നെ പല ചോദ്യങ്ങളും എഴുതാൻ പറ്റാത്ത ധാരാളം ഉദ്യോഗാർത്ഥികൾ ഉണ്ട്. അവരെല്ലാം തന്നെ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കുകയും അവർ പറയുകയും ചെയ്തു, കണക്കിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും നമുക്ക് എഴുതാനുള്ള സമയം കിട്ടിയിട്ടില്ല എന്ന് പല ഉദ്യോഗാർത്ഥികളും പരാതി പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ പല ഉദ്യോഗാർത്ഥികളും പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുന്ന അവസരത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചോദ്യങ്ങൾക്ക് കൃത്യമായി ആദ്യം തന്നെ അറിയാവുന്ന ചോദ്യങ്ങൾക്ക് കൂടുതൽ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഏതാണോ വിഷയത്തിന് പ്രയാസമുള്ളത് പ്രസ്തുത വിഷയത്തെ അവസാനത്തേക്കായിട്ട് മാറ്റിവെക്കണം. അതിനിടയ്ക്ക് നമ്മൾ ആദ്യം പ്രയാസമുള്ള വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുകയും അറിയാൻ വയ്യാത്ത ഏതെങ്കിലും ചോദ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രസ്തുത ചോദ്യവും അതിൻ്റെ വിലയിരുത്തലുമായിട്ട് പരീക്ഷയെ സമയം കളഞ്ഞാൽ പിന്നീട് അവസാന നിമിഷത്തിൽ നമ്മൾ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മുഴുവൻ ചോദ്യങ്ങളും അറിയാവുന്ന ചോദ്യങ്ങൾ കൂടി എഴുതാനുള്ള അവസരം നമുക്ക് നഷ്ടപ്പെടുകയാണ് ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടി നമ്മൾ പരീക്ഷ എഴുതാൻ തുടങ്ങിയാൽ ആദ്യം അറിയാവുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും
ശ്രദ്ധിക്കണം. അല്ലാതെ അറിയാവുന്ന ചോദ്യങ്ങൾ മാറ്റിവെക്കുകയും പിന്നീട് അവസാനം എഴുതാമെന്ന് വെച്ച് മാറ്റിവെക്കുകയും ചെയ്താൽ പിന്നീട് അത് നിങ്ങൾക്ക് അത് എഴുതാൻ സാധിക്കാതെ വരികയും നിങ്ങൾക്ക് തെറ്റുകൾ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഏറെയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷയ്ക്ക് OMR പരീക്ഷ അതുപോലെ തന്നെ PSC പരീക്ഷയ്ക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളെല്ലാം തന്നെ വലിച്ചുവാരി എഴുതുന്നൊരു ശീലം പല ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. അത് തെറ്റായ ഒരു പ്രവണതയാണ്. ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ പരീക്ഷ ഇന്ന് സെപ്റ്റംബർ 20-ാം തീയതി നടന്ന പരീക്ഷ പൊതുവെ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ വളരെ എളുപ്പമാണ് എന്ന് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് പല ഉദ്യോഗാർത്ഥികളും കട്ട് ഓഫ് മാർക്ക് എത്രയാവും എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയിൽ എത്താമോ, എത്രയാവും സാറിൻ്റെ അഭിപ്രായം എന്താണെന്നൊക്കെ പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചു. എങ്കിൽ പോലും 60 മാർക്കിന് മുകളിൽ കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കാവുന്ന രീതിയിലാണ് പരീക്ഷയിലെ പല ഉദ്യോഗാർത്ഥികളും തങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ 60 മാർക്കിന് മുകളിൽ തന്നെ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ പല ഉദ്യോഗാർത്ഥികളും പരീക്ഷ കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, സാറേ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് എപ്പോഴത്തേക്കാണ് പ്രസിദ്ധീകരിക്കുന്നത്, എന്നത്തേക്ക് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാവുമെന്ന് പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചു. അതിൻ്റെ വാല്യുവേഷനും കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ ആരംഭിക്കുമോ? ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ വാല്യുവേഷനും കാര്യങ്ങളൊക്കെ തന്നെ വളരെ താമസം കൂടാതെ തന്നെ എല്ലാ തസ്തികകളിലേക്കുള്ള പരീക്ഷകൾക്ക് നടക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഏകദേശം 120 ദിവസത്തിനുള്ളിൽ തന്നെ പ്രസിദ്ധീകരിക്കാനുള്ള നടപടികളൊക്കെ PSCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ ഈ പറഞ്ഞ തീയതിക്കുള്ളിൽ തന്നെ സമയത്തിനുള്ളിൽ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും അവരവർക്ക് ലഭിച്ച മാർക്കുകളൊക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുക. അപ്പോൾ ഓരോരുത്തർക്കും ലഭിച്ച മാർക്കുകൾ അറിയുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചൊരു ധാരണയിൽ എത്തിച്ചേരാൻ സാധിക്കും. എങ്കിലും ഞാൻ പറഞ്ഞ കട്ട് ഓഫ് മാർക്ക് ഏകദേശം വരാനുള്ള സാധ്യത ഏറെയാണ്. പല ഉദ്യോഗാർത്ഥികളും അങ്ങനെ ഒരു അഭിപ്രായത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷയെ സംബന്ധിച്ച് ഉള്ള വിശദമായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.